അതല്ലല്ലോ UDFന്റെ വോട്ട് കുറെ വോട്ട് ഞാനത് അസംബ്ലി പറയല്ലോ UDFന്റെ കുറെ വോട്ട് LDFനാണ് പോയത്. കുറെ ന്യൂനപക്ഷ വോട്ടുകൾ LDFനാണ് വിജയസാധ്യത എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ LDFന് പോയി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്കായിരുന്നു, ഏറ്റവും കുറവ് കെ മുരളീധരനായിരുന്നു. വിജയസാധ്യത സുരേഷ് ഗോപിക്ക് ആയതുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ സുനിൽകുമാറിന് അനുകൂലമായി വന്നിരുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥിതി വന്നത് എന്ന ചോദ്യം ആരും ആ സമയത്ത് ചോദിച്ചില്ല വി ഡി സതീശനോട്. എന്തിനാണ് കെ മുരളീധരനെ മത്സരിപ്പിച്ചത് തൃശ്ശൂരിൽ? അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ടി എം പ്രതാപൻ മത്സരിച്ചാൽ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും കെ മുരളീധരൻ മത്സരിച്ചാൽ അവിടെ വിജയസാധ്യത കൂടുതലാണ് എന്നുമാണ്. അതുകൊണ്ടാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത്. സത്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. അത് അന്ന് തന്നെ ബോധ്യപ്പെട്ടതാണ്. സിറ്റിംഗ് MP ആണ് ടി എം പ്രതാപൻ. സിറ്റിംഗ് MP ആയ ടി എം പ്രതാപൻ മത്സരിച്ചിരുന്നുവെങ്കിൽ മത്സരഫലം മറിയുമായിരുന്നു. ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്തേക്ക് ടി എം പ്രതാപൻ വരുമായിരുന്നു. ടി എം പ്രതാപൻ തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂരിൽ രാഷ്ട്രീയം കളിച്ച് വളർന്ന ആളാണ്. സിറ്റിംഗ് MP ആണ്. വൻ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ വിജയിച്ചതാണ്. ആ മണ്ഡലത്തിൽ എല്ലായിടത്തും നല്ല സ്വാധീനം ഉള്ള ആളാണ് ടി എം പ്രതാപൻ. ആ ടി എം പ്രതാപനെ മാറ്റി കെ മുരളീധരനെ എന്തിന് കൊണ്ടുവന്നു? എന്തിന് തൃശ്ശൂരിൽ മത്സരിപ്പിച്ചു? ഈ ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നു വരികയും, എന്നാൽ അങ്ങനെയല്ല. കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ പ്രത്യേക സാഹചര്യമുണ്ട്. അത് തൃശ്ശൂരിൽ വലിയ തോതിൽ കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് തടഞ്ഞു നിർത്തണമെങ്കിൽ കെ മുരളീധരൻ വേണം. ഇതായിരുന്നു അവരുടെ തിയറി, UDFന്റെ തിയറി, കോൺഗ്രസിന്റെ തിയറി. അങ്ങനെയാണ് കെ മുരളീധരനെ കൊണ്ടുവരുന്നത്. നമുക്ക് കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും: പത്മജ വേണുഗോപാലിനെ അവരുടെ വോട്ടല്ലാതെ മറ്റൊരു വോട്ട് മറിക്കാൻ കഴിയില്ല എന്ന്. പത്മജ വേണുഗോപാൽ വിചാരിച്ചാൽ ഒരു ബൂത്തിൽ പോലും ഒരു 10 വോട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മത്സരിച്ച ഇടത്തെല്ലാം തോറ്റ ചരിത്രമാണ് പത്മജ വേണുഗോപാലിനുള്ളത് എന്നുകൂടി ഓർക്കണം. അങ്ങനെയുള്ള പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയാൽ കൂടെ കോൺഗ്രസ് വോട്ടുകൾ അങ്ങനെ ഒഴുകും എന്ന് ആരാണ് കരുതിയത്? ആരാണ് പറഞ്ഞത്? ആരാണ് പറയുന്നത്? കോൺഗ്രസ് നേതാക്കളാണ്. എന്തിനാണ് പറയുന്നത്? കെ മുരളീധരനെ കൊണ്ടുവരണം. കെ മുരളീധരനെ കൊണ്ടുവന്നാൽ വിജയസാധ്യത കുറയും. കെ മുരളീധരന് വിജയസാധ്യത കുറഞ്ഞാൽ ആർക്കാണ് ഗുണം? സുരേഷ് ഗോപിക്കാണ് ഗുണം. അതാണ് BJPയും കോൺഗ്രസും ഇലക്ഷൻ കാലത്ത് ഉണ്ടാക്കിയ ഡീൽ. ഈ ഒരു ഡീലല്ല, 3 ഡീലാണ് അന്ന് ആരോപണ വിധേയമായത്. ഒന്ന്, KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. അദ്ദേഹം രാജ്യസഭാംഗമാണ്, രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചാൽ രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടി വരും. ഇന്നത്തെ നിലയിൽ രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചാൽ രാജസ്ഥാനിൽ നിന്ന് BJPയുടെ രാജ്യസഭാംഗത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഒറ്റ സീറ്റ് മാത്രം ഒഴിവ് വരുമ്പോൾ. അത് എന്തിന്? രാജ്യസഭയാണ് എത്രയും കാലമായി എന്ന് വെച്ചാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെയും രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഭൂരിപക്ഷം കിട്ടി. 1 വോട്ടിന് 2 വോട്ടിന് ഭൂരിപക്ഷത്തിലേക്ക് BJP വന്നു. ആ വോട്ട് ആരുടെ വോട്ടാണ്? KC വേണുഗോപാലിന്റെ സീറ്റാണ്. KC വേണുഗോപാൽ രാജിവെച്ച ഒഴിവിൽ ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് BJP ജയിപ്പിക്കുന്നു, രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുന്നു. അത് ഒരു ഡീൽ, അത് വിജയിച്ചു. രണ്ടാമത്തെ ഡീൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലനാകണം. നമുക്ക് നേമത്ത് അനുഭവമുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലനായാൽ കോൺഗ്രസ് വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോകും. ഒരു സംശയമില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പകൽ കോൺഗ്രസും രാത്രി BJPയുമാണ് എല്ലാ കോൺഗ്രസ്സുകാരും എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് സംഭവിച്ചത്. ദുർബല സ്ഥാനാർത്ഥി വന്നു. ടി എം പ്രതാപനാണെങ്കിൽ നല്ല സ്വാധീനമുണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിലും, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലുമൊക്കെ. ആ സ്വാധീനം അദ്ദേഹത്തെ വിജയിപ്പിക്കുമായിരുന്നു. എന്നാൽ അതിന് തയ്യാറാകാതെ കെ മുരളീധരനെ കൊണ്ടുവന്നതോടുകൂടി ദുർബല സ്ഥാനാർത്ഥിയായി. ഇലക്ഷൻ പ്രചാരണം താറുമാറായി. പണം എത്തിയില്ല. പണം കിട്ടിയാലേ പ്രവർത്തിക്കൂ എന്ന അവസ്ഥ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അതാണ് തോൽക്കാൻ കാരണം. പണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് കെ മുരളീധരൻ തന്നെ പറഞ്ഞിരുന്നു. ആവശ്യത്തിന് ഫണ്ടില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു കെ മുരളീധരൻ ചെയ്തത്.
TM പ്രതാപനാകട്ടെ പണം എത്തിച്ച് നൽകിയതുമില്ല. അതോടുകൂടി കോൺഗ്രസിന്റെ പ്രവർത്തനം ദുർബലമായി. ആ ദുർബലാവസ്ഥ ആർക്ക് ഗുണം ചെയ്തു? BJP ഗുണം ചെയ്തു. സുരേഷ് ഗോപി ജയിച്ചു. രണ്ടാമത്തെ ഡീൽ. മൂന്നാമത്തെ ഡീലാണ് വരാൻ പോകുന്നത്. അതാണ് പാലക്കാട് ബൈ ഇലക്ഷൻ. വടകരയിൽ നിന്ന് K മുരളീധരനെ മാറ്റിയപ്പോൾ അവിടെ മത്സരിക്കാൻ കണ്ട സ്ഥാനാർത്ഥി പാലക്കാട് MLA ഷാഫി പറമ്പിലാണ്. എന്തിനാണ് പാലക്കാട് നിന്ന് തന്നെ ഒരാളെ കൊണ്ടുപോകുന്നത്? കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു. തരംഗമാണ് UDFന് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നത്. ആര് മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു? T സിദ്ദിഖിനെ മത്സരിപ്പിക്കാമായിരുന്നു. ആ പ്രദേശത്ത് നിന്നുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമായിരുന്നു. AICCയുടെ വക്താവായ ഷമാ മുഹമ്മദിനെ മത്സരിപ്പിക്കാമായിരുന്നു. ഷമാ മുഹമ്മദ് മത്സരിപ്പിച്ചാൽ മുസ്ലിം സ്ഥാനാർത്ഥിയായി വനിതാ സ്ഥാനാർത്ഥി കൂടിയാകുമായിരുന്നു. അങ്ങനെയെങ്കിലും ഒരു നേട്ടം കോൺഗ്രസിന് ഉണ്ടാകുമായിരുന്നു. പക്ഷേ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നത് മൂന്നാമത്തെ ഡീലാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് ബൈ ഇലക്ഷൻ വരും. പാലക്കാട് ബൈ ഇലക്ഷൻ വന്നാൽ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് BJPക്ക്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് 9000 വോട്ടായി മാറിയിട്ടുണ്ട്. എങ്കിലും നല്ല സാധ്യതയുള്ള BJPക്ക് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അങ്ങനെ 3 കാര്യം BJPക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ. അതായിരുന്നു ഡീൽ. എന്ന് വെച്ചാൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നു എന്ന സാഹചര്യം വരുന്നു. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുന്നു. പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നു കേരളത്തിൽ നിന്ന് എന്ന്. ഇതിനെല്ലാം വഴിയൊരുക്കിയ കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ പറയുന്നത് ഡീൽ ഉണ്ടായിരുന്നത്, ധാരണ ഉണ്ടായിരുന്നത് CPM-ഉം BJP-യും തമ്മിലാണ് എന്ന്. അതാണ് രാഷ്ട്രീയത്തിലെ കള്ളക്കളി. എല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് UDF ചെയ്യുന്നത്, കോൺഗ്രസ് ചെയ്യുന്നത്. അത് CPM വിരുദ്ധമാണ് മാധ്യമങ്ങളുടെ അജണ്ട. അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ്. സ്വന്തം ഡീൽ മറച്ചു വെച്ചുകൊണ്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് CPM-ഉം BJP-യുമാണ് എന്ന്. ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നില്ലേ, ആ പ്രചാരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതല്ലല്ലോ, UDFന്റെ വോട്ട് കുറെ വോട്ട്, ഞാനത് അസംബ്ലി പറയല്ലോ, UDFന്റെ കുറെ വോട്ട് LDFനാണ് പോയത്. കുറെ ന്യൂനപക്ഷ വോട്ടുകൾ LDFനാണ് വിജയസാധ്യത എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ LDFന് പോയി.